ഹേ ഗായ്സ്, ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. മൃദുല ഇപ്പോഴാണ് മേക്കപ്പ് ചെയ്യാൻ കയറിയത്. ഞാൻ നല്ല ഉറക്കമായിരുന്നു റൂമിൽ. മേക്കപ്പ് ചെയ്യാൻ വന്ന ആരെയൊന്നും ഞാൻ കണ്ടതൊന്നുമില്ല. നല്ല ഉറക്കപ്പിച്ചത് ഇറങ്ങി ഇപ്പോൾ താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ മൃദുല ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേക്കപ്പ്. എന്തായാലും 1.5-2 മണിക്കൂർ എടുക്കുമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പൊങ്കാല ഇടണം. അപ്പോൾ അമ്മ അടുക്കളയിൽ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാനുള്ള തന്തർപ്പാടിലാണ്. അമ്മാമ്മയുണ്ട് ഹെൽപ്പിന്. കൊച്ചു എണീറ്റിട്ടില്ല, അച്ഛൻ എണീറ്റിട്ടില്ല. ഇന്നലെ കിടന്ന് ഉറങ്ങിയൊന്നും ഇല്ല ഗൈസ്. അതറിയാമല്ലേ, വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഉറക്കമൊന്നും വരത്തില്ല. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചേ കിടക്കും. 2 മണിക്കൂറോ എന്തോ ഉറങ്ങിയിട്ടുള്ളൂ. ഷെഡിൽ നിന്ന് വണ്ടി നമുക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഷെഡിൽ വണ്ടി കിടക്കുന്നതാണ്, അത് എല്ലാം അങ്ങോട്ട് ഇടണം. കാരണം നമുക്ക് ഈ ഷെഡിൽ നിന്നാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അതേ ഉള്ളൂ ഇനി ആകെയുള്ളൊരു ജോലി, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇനി പോയി കുളിക്കുക. ഡ്രസ്സൊക്കെ മൃദുല ഇന്നലെ തേച്ച് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഇടുക, പൊങ്കാല ഇടുക, അതൊക്കെയാണ് പരിപാടി. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. മുറി വേണ്ട ഒരു ബ്ലൗസ് എടുത്തോട്ടോ. ഇത് നമ്മള് കല്യാണത്തിന് എടുത്ത ബ്ലൗസ് അല്ലേ? ഇത് എടുത്തിട്ടേടാ വെച്ച് നോക്കണ എത്തണില്ല. ബ്ലൗസ് എത്തുന്നില്ല. ഇനി വേറെ വല്ലൊരു തുണിയാണം വെച്ച് വെൽഡി അല്ല ഒട്ടിച്ചാണം പോയി തയ്യലുണ്ടെന്ന് തോന്നുന്നു. അത് ഇളക്കി തച്ചപ്പോ കട്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? എല്ലാവരും ഒരു ബ്ലൂ മയാണ് കേട്ടോ. അതാണ്ട് അമ്മ അതായത് സാരി ഉടുത്തോണ്ടിരിക്കുകയാണ്. അമ്മയുടെ നീല നിറമാണ് കേട്ടാ. ഉടുത്ത് തീർന്നിട്ടില്ല, കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ കൊച്ചിതേ കുളിക്കാൻ വേണ്ടി കയറി പോയിട്ടുണ്ട്. നമ്മൾ പൊങ്കാലക്കുള്ള സമയമായി. 6:15-നും 6:45 ഇടയ്ക്കാണ് പൊങ്കാല ഇടാനുള്ളത്. മൃദുല ദേ മേലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയില്ല ഇതിലിട്ടും. നമ്മൾ ഇതിപ്പോൾ പൊങ്കാല ഇടാനുള്ള ഡ്രസ്സാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വളകാപ്പിന് നമ്മൾ വേറെ ഡ്രസ്സ് ഇടും കേട്ടോ. നമ്മൾ കല്യാണ ഡ്രസ്സ് അറിയാമല്ലോ, കല്യാണ ഡ്രസ്സാണ് നമ്മൾ വളകാപ്പിന് ഇടുന്നത്. മൃദുല ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പൊങ്കാലിടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ അതിൻ്റെ കലതൊക്കെ പൂവൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടാട്ടെ അവർക്ക് കിഴക്ക്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. കിഴക്ക് അങ്ങോട്ടില്ലേ, അങ്ങനെ എന്തൊക്കെയുണ്ട് കേസ്. കൊച്ചി ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. തിളക്കം കൂടിയോ? ഇല്ല കറക്റ്റ് തിളക്കുക. എടുത്തോഴി അമ്മ, അമ്മ എടുത്തോഴി, അച്ഛ എടുത്തോഴി. നീ ഉയരാങ്ങോട്ട്. അതാ പുക കൊള്ളണം. കുറച്ചുകൂടെ മതി മതി എന്ന് പറഞ്ഞപ്പോ ഫുള്ള് ഒഴിച്ച. പൊങ്കാലെ പറ്റി എന്താണ് പറയാനുള്ളത്? പൊങ്കാല എന്ന് പറയുന്നത് ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതിന്റെ ചൂടോടെ തിന്നണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പഴം, അണ്ടിപ്പരിപ്പ്, ശർക്കര, കസ്കസ്, അത് കുലുക്കിയടിക്കുന്നത്. എന്റെ പൊങ്കാലയൊക്കെ കാണാൻ പഴകഞ്ഞി ആയ നീ കാലം പിടിച്ച നീയാ മിണ്ടല്. ഒരു മുതുകണ്ട വേണ്ടേ എല്ലാരും കൊടുക്കണ്ടേ? ഇത്ര വേണ്ടേ? അല്ല അച്ഛൻ്റെ ഇച്ചിരിയുടെ വലുതാ. പിന്നെ അതിനകത്ത് 2000 രൂപ ഉണ്ട് മേല്. പൊങ്കാല എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? ആണോ? എനിക്ക് പുക, കണ്ണ് നീറുന്നത്. അവൻ നിന്ന് പുക കൊണ്ട് കണ്ണ് നീറിയിട്ടുണ്ട്.
പ്രോ പൊങ്കാല ഒരുപാട് പൊങ്കാല ഇട്ട ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. അയ്യേ 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 അതൊരുമാതിരി വിളിച്ചു വരുത്തിട്ടങ്ങ് അളിച്ചു കളഞ്ഞല്ലേ. ഞാൻ നീ ചമ്മി ഇനി അഴുവി ചെരുപ്പൊക്കെ ഊരി പോന്ന് പൊങ്കാലയിടാൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു. ഇപ്പൊ 4ാമത്തെ തലമുറയാണ് കേട്ടാ. അമ്മമ്മ, അമ്മ, മോള്, ഇനി അടുത്ത ഒരാൾ കൂടി വയലിലുണ്ട്. എനിക്ക് എടാ പറഞ്ഞത് പെട്ടെന്നാവണം അടുത്തതും കൂടി ഒന്ന്. അതല്ല എന്നെ അല്ല നിന്നെ ഇതൊന്ന് കഴിയട്ടത്. പൊങ്കാല കൂട്ടൽ. ഓ നീ കഴിച്ചിട്ട് അമ്മ കഴിക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഏറ്റവും ഇഷ്ടം പായസമാണ് കഴിച്ചത്. ഇത് കുറെ അതുകൊണ്ടാണ് ഞാൻ വലിയ അണ്ടാവ് വാങ്ങിച്ചത് നിനക്ക് കഴിക്കാൻ. അത് നീ ചൂടാട്ടാ കഴിയിട്ട്. അങ്ങനെ തിന്നൂല. മതി 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 കഴിച്ചോളൂ. ചുമ്മാ ഇങ്ങനെ പൊങ്കാല ദിവസം പൊങ്കാല അടിച്ചിടുന്നു. നീ വാരി കൊടുക്കുകയും ചെയ്യാവുന്ന. ഭയങ്കര മഴ കഴിച്ച് കറണ്ട് ഇടയ്ക്ക് പോയി. ഫുള്ള് മഴ. അയ്യോ എന്തുവാടാ ഇത്. ഭയങ്കര മഴയുടെ അവര് വരുമ്പോ ഫുള്ള് മഴ. കസേരയൊക്കെ വേണ്ട കഴിച്ച് എല്ലാം വെള്ളം വീണേട്ടാ. ഞാൻ എന്റെ കല്യാണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അന്നത്തുള്ള അതേ ഡ്രസ്സ് കല്യാണ പെണ്ണും ചെറുക്കനും പെട്ടിയുണ്ട് കേട്ടോ. 2 മാസത്തേക്ക് ഇറങ്ങാതിരിക്കാം. നിനക്ക് കിട്ടൂല. നീ ഇന്ന് പോവില്ലേ. ഞാനാ വഴിക്കില്ല. ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഒരു വയസ്സ് പൂർത്തിയായി. ഒരു വയസ്സായി.
അതെ ആദ്യം അതാ സംഭവം. ആർക്കും അങ്ങനെ അറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് മാല ഇട്ട് തലയിൽ കുറി ഇട്ടിട്ട് ഏട്ടൻ ചെയ്യണം ആദ്യം. ഓ, പിന്നെ ഓരോരുത്തർ ചെയ്യണം. ആദ്യം മാല ഇട്ടിട്ട് കുറി ഇടണം അല്ലേ? ഈ മാല ഇട്ട് ഇത് ഇടണോ? മറ്റേ കുറവ് ഗൗരി കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ കൊത്തോട് വാഴை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே. மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலடைந்து மதிலரங்கன் ഒരു രീതിയിലൊക്കെ അമ്മ ലഡു എടുത്ത് വെച്ചാൽ ആദ്യം ഇരിക്കുക. தையலாய் மாமலர் கரத்தினாள் தையலாய் மாமலர் கரத்தினாள் மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலை சாற்றினாள் கோதை மாலை മാற்றிനാൾ. അപ്പോൾ അടുത്തത് എൻ്റെ വീട് കേട്ടോ. തുടങ്ങണ്ടേ? ഇത് എവിടെ നിന്ന് തുടങ്ങണം? ഫസ്റ്റ് ഏതായിരുന്നു? ഇതല്ലേ? പണി ചെയ്യണം, വിളമ്പണം. കുറേ നാളെ വിളമ്പിട്ട്. ഞാനല്ലേ ഇട്ടത്. നീയാണല്ലേ ഇട്ടത്? കറക്റ്റാണോ ഇട്ടത്? കറക്റ്റാണ്. ആ കറക്റ്റ് തോന്നുന്നു. ഇപ്പം കറന്നിരുന്നത് ഫ്രഷ് മോര് മോര് മോര്. ഫുഡ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പലഹാരപ്പങ്ക് ഇങ്ങനെ കഴിച്ചവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു വിടണം എന്നുള്ളൊരു ചടങ്ങുണ്ട് കേട്ടോ. വരുന്നവർക്കെല്ലാം അതാണ് നമ്മുടെ പലഹാരപ്പങ്ക്. ഒരു പങ്ക് നമ്മളിങ്ങനെ കവർ കെട്ടിയിട്ട് നമ്മൾ ബോക്സ് വെച്ചിട്ടുണ്ട്. കഴിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു വിടും കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനും ഇതൊക്കെ ഇപ്പോഴാട്ടോ അറിയുന്നത്. കഴിച്ചപ്പോൾ കൊച്ചിലെ വിളമ്പി മടുത്ത് ഇവിടെ വന്ന് കിടപ്പുണ്ട്. എടാ മൃദുല പോവാ, മൃദുല പോവാ. നാളെ ഇങ്ങ് വരും. വിഷമുണ്ട് സത്യത്തിൽ. നീ ഇപ്പൊ ഇവരെ കുറച്ചുപേരും കൊണ്ട് അങ്ങോട്ട് വരണം. ആ അങ്ങനെ ചടങ്ങുണ്ടാ. ഇരട്ടിക്കയിൽ നീ തെമ്മലേറിയപ്പോ പോട്ടി വരും.
അച്ഛൻ വരും. മൃദുല ഞാൻ ചന്ദനമൊക്കെ തുളച്ചോളാം ചേട്ടാ. നമ്മുടെ ഫംഗ്ഷൻ നൈസ് അല്ലായിരുന്നു ഫംഗ്ഷൻ അല്ല. നൈസ് ആയിരുന്നു. ഇവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നതാ, എന്തോ രണ്ടുപേരും ഒക്കെ കച്ചില്ല. ദാണ്ട ഒരാള് അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും ആദ്യം വീഡിയോ എടുത്തോണ്ട്. എല്ലാവരും കഴിച്ചേട്ടാ. ഇല്ല അമ്മ കഴിച്ചില്ലല്ലേ? അപ്പൊ നമ്മളത് ഇപ്പോഴാണ് കഴിക്കായിരുന്നത്. അന്ന് കല്യാണത്തിന് ഈ തിരക്കിട്ട് കഴിച്ച അതേ ഒരു ഫീല് ഇല്ല. വിശപ്പ് കാണത്തില്ല, എന്തോ വിശപ്പ് കാണത്തില്ല. ഇങ്ങനെ നമ്മളെ ഫംഗ്ഷന് പക്ഷെ നമ്മൾ വേറെ കല്യാണത്തിന് നല്ല വിശപ്പൊക്കെ കാണും. കഴിക്കുന്ന തിരക്കില്ല, വീഡിയോ എടുക്കാൻ മറന്നു ചേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്ന കഴിഞ്ഞിട്ട് മൃദുല യാത്രയാവുകയാണ് വീട്ടിലോട്ട്. വന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ അടുത്ത്? മൃദുല ഇറങ്ങാൻ വേണ്ടി പോവാണ് അവരെല്ലാരും. അപ്പൊ ഇനി എന്തോ നിമിത്തം വരുമോ, സമയത്തിന്റെ എന്തോ സംഭവം, താക്കോല് കൊണ്ടുവരുമോ, നിമിത്തം വരുമോ, എന്തോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. എനിക്ക് അറിയത്തില്ല. അവർ പറയുന്ന കണക്ക് അങ്ങ് ചെയ്യാം. എല്ലാരും ഇറങ്ങും കേട്ടോ. തരാം. അയ്യോ ഓക്കെ. മൃദുല പോയി കഴിഞ്ഞ് ഇവിടെ പലരേ കണ്ണുകളൊക്കെ നിറയുന്നു. കേറി പോയപ്പോഴത്തേനും ഒരു കരഞ്ഞു. അച്ഛന് വിഷമായി. അച്ഛൻ്റെ കിളി പോയി. അല്ലാതെ വീട്ടിൽ പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ വിളിച്ച് എല്ലാവരുടെയും ഒന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴുള്ളൊരു സംഭവം ആണല്ലേ. വീടങ്ങ് ഉറങ്ങി. അയ്യോ എല്ലാരും വന്ന് അങ്ങ് പോയതിനു ശേഷം ഒരുമാതിരി ആയി. രണ്ട് ആമക്കളാണ് ഞാൻ വളർത്തി. ഇപ്പൊ അവളും കൂടെ വന്നപ്പോ മോളായി. എന്റെ വീട്ടിൽ ഉണ്ടായിട്ട് അവൾ ഇങ്ങനെ പോയപ്പോഴത്തെ നമുക്ക് ആ ഒരു വിഷമമുണ്ട്. അപ്പൊ ഒരു പെങ്കൊച്ചുള്ള അമ്മയ്ക്കും അച്ഛന്റെ വിഷമം ഞാൻ ഇപ്പൊ അറിയുന്നുണ്ട്. എല്ലാം അങ്ങ് ഉറങ്ങിയ പോലായി. എല്ലാരും ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് എല്ലാരും അങ്ങ് പോയപ്പോ എന്തോ പോലായി. അമ്മ ദേ ബാക്കി വന്ന ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ചോറ് ബാക്കി ഫുഡൊക്കെ തികഞ്ഞ എല്ലാവർക്കും. ബാക്കിയൊന്നും വന്നില്ലല്ലോ. കറക്റ്റ് ഫുഡൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു കൊച്ചു ടയേർഡ് മേല് പോയി ഉറക്കമായെന്ന് തോന്നുന്നു. എന്തോന്ന് അറിയാൻ പോയി റൂമിൽ പോയി. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡിയായി. മൃദുല 2 മണി കഴിഞ്ഞിട്ടേ അവിടെ കയറാവൂ. അങ്ങനെ എന്തോ മുഹൂർത്തം എന്തോ ഉണ്ട്, ഈ സമയത്തിന് എന്തോ സംഭവമുണ്ട്. നമ്മളമ്മയും ഇവിടുന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരും വെളിയിലൊക്കെ ഇരുന്നതേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ ബോർഡ് ഇവിടെ ഇരിക്കട്ടില്ലേ വൈകിട്ട് വരെ? എന്നെ ട്രോളെന്ന് കഴിച്ചു, ഞാനത് കണ്ടോണ്ടിരിക്കുക. ഇപ്പം എന്തേ ഇവിടുന്ന് എല്ലാരും കൂടി കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വീട്ടിലോട്ട് നേരെ മൃദുലയുടെ വീട്ടിലോട്ട്. അവിടുന്ന് കുറച്ചുപേര് ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് കുറച്ചുപേര് അങ്ങോട്ട്. എന്താ കളിയില്ലേ ചടങ്ങ്? 12,000 പെട്രോളൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക. അതാണ് ചടങ്ങ്. ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരാം. ഇനി ഇത് നെക്സ്റ്റ് ജനറേഷൻ ഇത് ഫോളോ ചെയ്യും. അതായത് പോയിട്ട് വരാം. പോയി അവരെല്ലാരും തിരക്കിന്നൊക്കെ പറഞ്ഞേരെ. ബൈ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പോയതേ ഉള്ളു. മെസ്സേജ് ആയിട്ട് പറയാം. ഒന്നുമില്ല, ഞാൻ വിളിച്ചു. ഓക്കെ, അവിടെ എത്തിയിട്ട് വിളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു യാത്രയായി സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, നമ്മള് മുറുവിന്റെ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. അമ്മേ അച്ഛാ, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെന്തിനാ വന്ന? അങ്ങനെയാന്നാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചടങ്ങുണ്ട്, അല്ലാതെ ഒരു കാര്യം ഇല്ലാതെയാണ് ഇപ്പൊ ശരിക്കും വന്നത്. അല്ല പിന്നെ കാരണം പറ, കാരണമില്ലല്ലോ. ചടങ്ങുണ്ട്, ചടങ്ങിന് വേണ്ടി മാത്രം, അല്ലാണ്ട് ഒരു കാര്യമില്ല. അത് പെണ്ണ് തോണ്ടേക്കുന്ന എത്തി ഇതൊരു ആപ്പിളൊക്കെ പിടിച്ചോണ്ടിരുന്ന. ഇങ്ങോട്ടോക്കടാ, ഇങ്ങോട്ടോക്കടാ. ഇവന്റെ ഇതെന്തര ഇവിടെ ഹനുമാന്റെ ഇതുണ്ടല്ലോ, അത് കണക്ക്. എന്തുണ്ട്, യാത്രയൊക്കെ സുഖമായിരുന്ന? ലോങ് ഡ്രൈവ് അല്ലായിരുന്ന? കൊറേ നാളായി. അടിപൊളി, സൂപ്പർ, വണ്ടർഫുൾ. ഇതെന്ത് പറ്റിയതാ? അതിന്റെ അല്ലേ? സത്യത്തിൽ ഈ ചടങ്ങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഞങ്ങൾക്ക് അറിയത്തില്ല ഈ ചടങ്ങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. പിന്നെയും പലഹാരോ? ഇത്രയും പലഹാരം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് കുറച്ച് പങ്ക് കൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. എന്നാ പിന്നെ അത് ഇവിടെ തന്നെ അങ്ങ് വെച്ചാ പോരായിരുന്നോ? അല്ല, ഞാൻ പിന്നെ എല്ലാരും ഇവിടെ തന്നെ നിക്കുന്നത്. ഇത് എന്നെ പോലെ ആരും പിറ്റേന്നങ്ങ് പോത്തില്ലല്ലോ. ഓ, അതുകൊണ്ട് ചിരിക്കൂലേ? ചിരിയടി. ചടങ്ങ് നടക്കട്ടെ, ചടങ്ങ് കഴിഞ്ഞിട്ട് മതി ബാക്കി. അമ്മ ആ പലഹാരം കൊണ്ട് കൊടുക്കും, അവിടുന്ന് കുറച്ച് പലഹാരം ഇങ്ങോട്ട് തരാം. എന്താണ് ചടങ്ങ്? ആ കണ്ട
വായിക്കത്ത് എന്തൊരു വെച്ച് ഇത് മിറണ്ടേ ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ ടാറ്റ എല്ലാവർക്കും ടാറ്റ ബൈ 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 പോട്ടാ ഓ അവളും ടാറ്റ ആയിരുന്നു ഒരു മതാ ടാറ്റ റെക്കോർഡിംഗ് ഒക്കെ നിർത്തിയാ ടാറ്റ അയ്യോ ഉമ്മ തന്ന് ബൈ ടാറ്റ സീ യു നാളെ പാക്കലാം പോയി കിടന്നിച്ച് നേരം ഉറങ്ങും. അതാ രാവിലെ എണീറ്റാണ് ഗൈസ് ഇതുവരെ ഉറങ്ങിയില്ല നല്ലോണം കൊന്നു അക്കി ടാറ്റ അക്കി ഉമ്മാന്നില്ല ഇനി വീട്ടിൽ എത്തിയിട്ടാണോ ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ദേ വീട് കാലിയായിരിക്കുകയാണ്. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. നമ്മള് 4 പേരുമായി നാളെ വരും. നാളെ വരും ഗൈസ്. വീട്ടിൽ നിന്ന് അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നല്ല. ഇപ്പം ബന്ധുക്കളെല്ലാരും പോയി. ഇനിയിപ്പം നമ്മള് ഫുഡിന്റെ പാത്രങ്ങൾ അത് ഇത് കുറേ വീട് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഫുള്ള് റോഡും കൊള്ളത്തില്ല. അവിടെ നിൽക്കുന്ന കാര്യം പാടാം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ മൃദുലയുടെ വീട് അറിയാം, ഒരു ഭയങ്കര ഒരു ഹൈറ്റിന് പറഞ്ഞില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അവിടെ നിന്ന് പെട്ടെന്ന് വരാനോ. നമ്മളിവിടെയാണ് എന്തിനും നമുക്കിപ്പം ട്രിവാൻഡ്രം പോകണമല്ലോ അല്ലെങ്കിൽ പുല്ലൂര് പോകണമെങ്കിലോ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തിനു പോകണമെങ്കിലും നമുക്കിവിടെ അടുത്തടുത്താണല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാളഞ്ഞ് വരും. അപ്പൊ അത്രയുള്ള ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ ഈ ഒരു വളകാപ്പ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. നമ്മുടെ ഡ്രസ്സും നമ്മുടെ ഈ ഡെക്കറേഷനും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഇല്ലേ അല്ലേ? അപ്പൊ എല്ലാം നമ്മളെ ഒരു മൈൻഡിലെല്ലാം നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിരുന്നു വിചാരിക്കുന്നത്. അതെ, അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് അല്ലേ എന്തായാലും നല്ല അടിപൊളി നാളെ ഹാപ്പിയാ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വളകാപ്പ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ലൈക്കും ചെയ്യാം. പിന്നെ നമ്മൾ 4 മില്യൺ ആവാതായിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇതിലുള്ള ബൈ.